ഈ പരിശോധിക്കാൻ ഈ ബോഡി നോക്കാൻ വേണ്ടി തന്നെ വന്നപ്പോൾ മണി 12:45 കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറയാണ് ഇവിടെ പറ്റില്ല, ഹെഡ് ഇഞ്ചുറി പറഞ്ഞിട്ടില്ല, ബോഡിയിൽ കൈ കാല് കുടുങ്ങിയൊന്നും പറഞ്ഞിട്ട് ഇവിടെ മരണകാരണം സ്ഥിരീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി തൃശ്ശൂർക്ക് ജനറൽ ആശുപത്രിയിലേക്ക് ഇവർ റെഫർ ചെയ്യണം. ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ സാധാരണക്കാരന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കുക, ഒരു താലൂക്ക് ആശുപത്രിയിലുള്ള യാതൊരു സൗകര്യങ്ങളും അത് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, അത് പുറമേക്ക് മാത്രമേ ഉള്ളൂ. അത് ചെയ്തു കൊടുക്കാനായിട്ട് ജീവനക്കാർ ഇവിടുത്തെ ഡോക്ടർമാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന് പോലീസ് ഇൻക്വസ്റ്റിലും FIR ഇതൊക്കെ വളരെ സ്പെസിഫൈ ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ പറയണത് ഇത് മരണകാരണമായിട്ട് ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഡോക്ടർ മരണകാരണം എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവിടെ ചെയ്യാവുന്ന ഈ ആക്സിഡന്റ് മരണം അടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവർ അത് ചെയ്യാൻ പറ്റാത്തത്? ഒന്നും തന്നെ ചെയ്യണ്ട ഇവിടുത്തെ ബന്ധപ്പെട്ട ഡോക്ടർമാരും അതുപോലെ തന്നെ ഇതിനെ കൈകാര്യം ചെയ്യുന്ന മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യണത്? ഇന്നലെ ആക്സിഡന്റ് മരണം ഉണ്ടായിരുന്നു. ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾക്ക് ഇത് അറിയണ്ടല്ലേ? ഇതൊക്കെ ഇവിടുത്തെ പാവങ്ങൾ ഇവിടെ കിടന്ന് നെട്ടോട്ടോടാണ്. ഇവരെ ഇവിടെ തൃശ്ശൂർക്ക് പോകാൻ നിൽക്കുക, വണ്ടി കാശ് വരില്ല തൃശ്ശൂർ കൊണ്ടുപോകാനായിട്ട്. ആ സമയത്താണ് ഞങ്ങൾ 3 പേര് പറഞ്ഞിട്ട് ഇവിടെ ചെന്ന് വന്നത്. ഇവിടെ ഇടപെടൽ വന്ന് ഇത്തിരി ഒച്ചെടുക്കേണ്ടി വന്നു. അപ്പൊ ഇവിടെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ നിരുത്തരവാദിത്തപരമായ സമീപനാണ് ഇവിടെ ഡോക്ടർമാർ എടുക്കുന്നത്. ഇതിനെ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും മുനിസിപ്പാലിറ്റിയും തിരിഞ്ഞു നോക്കണില്ല. കോട്ടാശ്രമം ജംഗ്ഷനിലെ അപകടം ഉണ്ടായത് നിരവധി പേര് കണ്ടാണ്. പോലീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് അപകട മരണമെന്ന് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട്. പോലീസിന്റെ റിപ്പോർട്ടിലും ഈ അപകട മരണമെന്ന് പറഞ്ഞിട്ട് ഇതിനെ കാരണം അറിയില്ല എന്നുണ്ടാവും. വീണ്ടും ഇവിടുത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ്, പേര് തന്നെ പറയാ, നിഷ എന്നുള്ള ഗൈനക്കോളജിസ്റ്റ് ആണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുള്ള ഒരു അവഹേളനമാണ്, അവഹേളനം തന്നെയാണ്. ഇതില്ല, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ളത് മനസാക്ഷി അനുസരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഡോക്ടർ ജീൻ അഗസ്റ്റിന് ബിഗ് സല്യൂട്ട്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഈ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി. ഇത് വളരെ നാളുകളായിട്ടുള്ള ഒരു ആക്ഷേപമാണ് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പോസ്റ്റ്മോർട്ടം ഇവിടെ നടക്കുന്നില്ല. ആക്സിഡൻ്റ് ആയാലും തൂങ്ങി മരണമായാലും അല്ലെങ്കിൽ മറ്റു മരണങ്ങളായാലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ എല്ലാ ബോഡികളും തൃശ്ശൂരിലേക്ക് പോലീസ് സർജൻ ചെയ്യണമെന്ന് പറഞ്ഞ് വിടണം. ഇവിടെ പാവപ്പെട്ടവർ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. നമുക്കറിയാം, മലയോര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, അതുപോലെ തന്നെ ആക്സിഡൻ്റായിട്ട് വരുന്നതൊക്കെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അത് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ജില്ലു പറഞ്ഞ മാതിരി എന്ത് നീതിയാണ് ഈ ആശുപത്രിയിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്നത്? കാരണം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയുടെ മുൻപിൽ ഇന്ന് നടന്നത് വിഷമകരമായിട്ടുള്ള ചില സംഭവങ്ങളാണ്. ഇന്നലെ ഏകദേശം 7 മണിയോടുകൂടി കോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ ആക്സിഡന്റിൽ മരണപ്പെട്ട വനജ എന്ന് പറയുന്ന സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ വന്ന് ബന്ധുക്കളും എല്ലാവരും ബോഡി അവിടേക്ക് കൊണ്ടുവന്നു. ഡോക്ടർ അവിടെ എത്തിയത് ഒരു 10 കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ എത്തിയത്. നിഷ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അവിടെ എത്തിയത്. പക്ഷെ അവർ പറഞ്ഞു ഇത് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഇന്റേണൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ബോഡി താലൂക്ക് ആശുപത്രിയിൽ നിന്നും തൃശ്ശൂർ ജനറൽ ആശുപത്രിയിലേക്ക് വരാൻ അവിടെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. ബന്ധുക്കൾ ആകെ വിഷമത്തിലായി. നമുക്കറിയാം, ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ ഇതൊരു നിത്യ സംഭവ കാഴ്ചയാണ്. പല കേസുകളിലും MLA, നഗരസഭാ ചെയർമാൻ ഇങ്ങനെയുള്ള ആളുകളുടെ സമ്മർദ്ദവും ഇതൊക്കെ വഴങ്ങിയിട്ടാണ് പലപ്പോഴും പല കേസുകളും ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. എന്തിനാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം സംവിധാനം വെച്ചിട്ടുള്ളപ്പോൾ ഈ ജനറൽ ഹോസ്പിറ്റലിലേക്കും മെഡിക്കൽ കോളേജിലേക്കും മാറ്റുന്നത്? ഇപ്പോൾ ഇവിടെ ഈ മരിച്ച സ്ത്രീയുടെ ബന്ധുക്കൾ അവിടെ വന്ന് കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ്. ഇതിലുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും FIR ഇതിലിട്ടിരിക്കുന്ന എല്ലാം തന്നെ വാഹനാപകടം മൂലമാണെന്നാണ് പറയുന്നത്. എന്നിട്ടും ഈ ഡോക്ടർ നിഷ എന്ന് പറയുന്ന ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കൂട്ടാക്കുന്നില്ല. അവർ വലിയ ടെൻഷനിൽ നിൽക്കുന്നു. ഇവർക്കാണെങ്കിലോ ഇവരുടെ ഈ മരണപ്പെട്ട സ്ത്രീ താമസിക്കുന്നത് പെരുമ്പാവൂരിലുള്ള മൂത്ത മകളുടെ വീട്ടിലാണ്. ഈ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സമയത്തിലാവും. നാളെ ആണെങ്കിൽ പൊതു പണിമുടക്ക്. ആകെ വിഷമവൃത്തത്തിലാകുന്ന ഒരു സ്ഥിതി. ഇവിടെ യാതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതായത് പോസ്റ്റ്മോർട്ടം ഇവിടെ നടക്കില്ല എന്നുള്ള കാര്യം തീരുമാനമായപ്പോൾ ഈ കുടുംബാംഗങ്ങൾ, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ആളാണ് ഈ മരിച്ചിട്ടുള്ളത്. ഈ കുടുംബാംഗങ്ങൾ ഈ ബോഡി, സ്ത്രീയുടെ മൃതദേഹം വീണ്ടും ആംബുലൻസിൽ കയറ്റി തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് ചാലക്കുടിയിലെ പ്രതിപക്ഷ കൗൺസിലർമാരായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ജില്ലാ ആന്റണി, വിൽസൺ മാനാട്ടുപറമ്പിൽ, VJ ജോജി എന്നിവർ ഇവിടെ വരികയും അവർ വളരെ അതിശക്തമായിട്ടുള്ള രീതിയിൽ സൂപ്രണ്ട് അടക്കമുള്ളവരോടും ഈ ഡോക്ടർമാരോടും ഈ വിഷയം സംസാരിക്കും. ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. പാവപ്പെട്ടവർക്ക് ഇവിടെ ഈ സംഗതി നടക്കില്ലേ, പോസ്റ്റ്മോർട്ടം നടക്കില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവരവിടെ ഉയർത്തിയത്. അതിന്റെ ഭാഗമായിട്ട് ഈ നിഷ എന്ന് പറയുന്ന ഡോക്ടർ ചെയ്യേണ്ട പോസ്റ്റ്മോർട്ടം ഹൗസിംഗ് ബോർഡ് കോളനിയിൽ താമസിക്കുന്ന ഡോക്ടർ ജീൻ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഡോക്ടർ ആ പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്നുള്ള, ആ ഡോക്ടർ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ബോഡി വീണ്ടും ഈ ആംബുലൻസിൽ നിന്നും ഇറക്കി തൃശ്ശൂർക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബോഡി കയറ്റിയ ആംബുലൻസിൽ നിന്നും ബോഡി വീണ്ടും തിരിച്ചിറക്കി ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് മാറ്റുകയായിരുന്നു. എന്താണ് ഇവിടെ ഈ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്? ഇവിടെ ആരാണ് നാഥനില്ല കളി, വട്ടക്കളി എന്ന് പറയുന്നത്? വട്ടക്കളി എന്നല്ല, നീളത്തിലുള്ള കളികളാണ് നടക്കുന്നത്. ഇന്ന് കാലത്ത് ഈ സംഭവം വന്നു, അതിനുശേഷം ഞാൻ ആ ബന്ധുക്കൾ അനുഭവിക്കുന്ന വിഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഉറ്റവർ മരിച്ചതിൻ്റെ ഉള്ള ദുഃഖം നിൽക്കുന്ന സമയത്തായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനെ ചൊല്ലിയുള്ള വലിയ യുദ്ധം നടക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു കൂടെയുള്ള ബന്ധുക്കൾക്ക് അതിനെ സഹിക്കാൻ സാധിക്കുക? ഇവിടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അവർ MLA വിളിച്ചു, അതിനുശേഷം ബിജു എസ് ചെറിയത്ത് വക്കീലിനെ വിളിച്ചു. ഇവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ DSP ഓഫീസറെ സതീശൻ മടപ്പാടി സാറിന് വിളിക്കുന്നു, എല്ലാവരും ഇടപെടുന്നു. പക്ഷേ എന്നാലും ഡോക്ടർ ഇതിന് തയ്യാറാണ്. ഡോക്ടർ നിഷ എന്ന് പറയുന്ന ഡോക്ടർക്ക് തയ്യാറാവുന്നില്ല, വലിയ ടെൻഷനിൽ നിൽക്കുന്നു. ഞാൻ ആദ്യം ഇതിൽ പറയുന്നത് പ്രായോഗികമായ വശം മനസ്സിലാക്കി ഈ വിഷയത്തിൽ ഇടപെട്ട പ്രതിപക്ഷ കൗൺസിലർമാർ, ജില്ലാ ആന്റണി, അതുപോലെ തന്നെ വിൽസൺ മാനാട്ടുപറമ്പൽ, VJ ജോജി എന്നിവരുടെ ആ ഒരു ഇടപെടൽ അത് കൃത്യമായി തന്നെ നടന്നു. ഡോക്ടർ ജീൻ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആ ഡോക്ടർ, അവരാണ് ആദ്യം എന്ന് പറയുന്നത്. കാരണം അവർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറായിട്ട് വന്നതാണ്. അതല്ലെങ്കിൽ ഇന്ന് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തൃശ്ശൂർ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും പെരുമ്പാവൂരെത്തി വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങാനെ. തീർച്ചയായിട്ടും ഇത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിൽ എത്ര പേർക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ, സ്വന്തം ഉറ്റവരുടെ മൃതദേഹം കൊണ്ടുവന്നിട്ട് ഇവിടെ ചെയ്യേണ്ട വിഷയങ്ങൾ, ഇവിടെ ചെയ്യാൻ പറ്റാവുന്ന ഈ പോസ്റ്റ്മോർട്ടങ്ങൾ ഈ താലൂക്ക് ആശുപത്രിയിലേക്കും ഈ ജനറൽ ഹോസ്പിറ്റലിലേക്കും തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ എത്ര കേസുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റായിട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ ഈ കാണിക്കുന്ന സംഭവം, ഒരാൾ മരിച്ച് അതിന്റെ ദുഃഖത്തിൽ നിൽക്കുന്ന ബന്ധുക്കൾക്ക് വീണ്ടും തീരാവേദനയും അതിസമ്മർദ്ദവും, വേണമെങ്കിൽ കൂടെ നിൽക്കുന്ന ബന്ധുക്കൾക്ക് കാഷ്വാലിറ്റിയിലേക്ക് മാറ്റാനുള്ള സ്ഥിതിയിലേക്ക് വരെ എത്തിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ചെയ്യുന്നത്. ഇത് ശരിയല്ലത്. എന്തായിരുന്നാലും പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ കൊണ്ട് ഈ സംഭവം അവിടെ വീണ്ടും ഇത്രയും സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം അവിടെ നടക്കുന്നത്. മറ്റ് ആരും ബന്ധപ്പെടാനില്ലാത്ത ആരെങ്കിലും ആണ് വന്നിട്ടുള്ളതെങ്കിൽ എന്താണ് ചെയ്യുക? ഇതൊരു ചോദ്യചിഹ്നമാണ്. ഈ ഹോസ്പിറ്റലിന്റെ നടത്തിപ്പ് ഉത്തരവാദിത്തം ചാലക്കുടി നഗരസഭയ്ക്കാണ്. എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഇടപെടൽ നടത്തണം. അവിടെ ഇരിക്കുന്ന ആളുകൾ മനസ്സിലായിട്ടുണ്ടോ? അവിടെ കസേരമേ ഇരിക്കുന്ന ആളുകൾ ഉദ്ഘാടന പരിപാടിക്കും ഇതിനു വേണ്ടി മാത്രം പോയി നടക്കുന്ന ആളുകളായിട്ട് മാറരുത്. നിങ്ങൾക്ക് അധികാരമുണ്ട് ഇവരെ വഴി നടത്താനായിട്ട്. ഈ പറയുന്ന സംവിധാനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ചാലക്കുടി നഗരസഭ അധ്യക്ഷയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം. സജ്ജീകരണങ്ങൾ നടത്തി. കാരണം ആംബുലൻസിൽ കയറ്റി. കാരണം തൃശ്ശൂർ ജനറൽ ആശുപത്രിയിൽ 3 മണിക്ക് ഉള്ളിൽ അവിടെ തന്നെ ഈ ഡോക്ടർ തന്നെ നിർദ്ദേശിക്കും. ഈ ഡോക്ടർ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് അവിടെ ഡോക്ടറെ വിളിച്ച് പറയുകയും ഇങ്ങനെ ബോഡി വരുന്നോട് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ട് ഈ ഡോക്ടർ തന്നെയാണ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞത്, നിഷ എന്ന് പറഞ്ഞ ഡോക്ടർ. ഇത് ഇപ്പോൾ അതിനെ തുടർന്ന് ഇവിടെ ഞങ്ങളൊക്കെ ഭയങ്കര മാനസികമായ പ്രയാസത്തിൽ. കാരണം 3 മണിക്കുള്ളിൽ അവിടെ തൃശ്ശൂർക്ക് എത്തും വേണം. ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്ന് എത്തി. ഈ ചേച്ചിയുടെ വീട് പെരുമ്പാവൂരാണ് താമസിക്കുന്നത്. അവിടേക്ക് ഇന്ന് എല്ലാ കർമ്മങ്ങളും നടന്നു വരുമ്പോൾ സമയം ഒരുപാടും. നാളെയാണെങ്കിൽ പൊതു പണി മുടക്കും. അപ്പോൾ വളരെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്ന നേരത്ത് പ്രതിപക്ഷ നേതാവ് ജില്ലാ ആന്റണി, VJ ജോജി, പ്രിൻസിപ്പൽ മാനാട്ടുപറമ്പിൽ, കൗൺസിലർ ബിജു എസ് ചെറിയത്ത്, ഇവരെല്ലാവരും കൂടി വന്നു. സൂപ്രണ്ടും ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. സംഗതി ഇപ്പോൾ വേറെ ഈ പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് ഈ ഡോക്ടറെ നിന്ന് മാറ്റി ഹൗസിംഗ് കോളനിയിൽ ഉള്ളൊരു ഡോക്ടർ ജീൻ അഗസ്റ്റിൻ, ആ ഡോക്ടർക്ക് ചാർജ് കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കണം. ഇവിടെ ചാലക്കുടിയിൽ നീതി കിട്ടുന്നില്ല എന്നുള്ളത് പെരുമ്പാവൂരിലെ ആൾക്കാർ മനസ്സിലാക്കണം. മുനിസിപ്പാലിറ്റി അധികൃതർ ഗൗരവമായി ഇടപെടേണ്ട ഒരു വിഷയമാണ്. ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചികിത്സയായാലും മറ്റു ഇതര സേവനങ്ങളായാലും വളരെ ആക്ഷേപം ഇപ്പോൾ നിലനിൽക്കുകയാണ്. മുനിസിപ്പാലിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല.